രോഹിതേട്ടാ, ജനങ്ങളെ സേവിക്കാനെന്ന് പറഞ്ഞ് ഒരു സർക്കാർ 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇവരിത് എന്താണ് കാണിക്കുന്നത്? അധികാരത്തിൽ വന്ന ഉടനെ 4 രൂപ പാലിന്റെ വില കൂട്ടുക. സാധാരണക്കാരന് ഇവിടെ ചായ കുടിച്ച് ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? അതെ 4 രൂപ മിൽമ പാലിന്റെ 1 ലിറ്റർ പാലിന് 4 രൂപ കൂട്ടി 51-52 കണ്ടാക്കി. അത് മാത്രമല്ല, LDF സർക്കാർ ഉപേക്ഷിച്ച കേരയിൽ പദ്ധതി വേണ്ടെന്ന് വെച്ചു. 3 കാർ മതി എന്ന് പറഞ്ഞെടുത്ത് 46 കാറുമായിട്ട് യാത്ര നടത്തുന്നു. ഒരു ഉപയോഗമില്ലാത്തൊരു ഗേറ്റ് വെറുതെ അങ്ങ് തുറന്നിടുക. ഒരു ഉപയോഗമായിട്ടുള്ള ഗേറ്റ് വാസ്തുശാസ്ത്രപരമായ അവർ പൂട്ടിയ ഗേറ്റ് അവർ വീണ്ടും തുറക്കുക. പിന്നെ ഈ ഭയങ്കര ലാഭത്തിലുണ്ടായിരുന്ന ലോകോത്തര നിലവാരത്തിലുണ്ടായിരുന്ന KSRTCയിൽ ഒരു സൗജന്യ ബസ് യാത്ര കൊണ്ട് അതിനെ അങ്ങ് പടുകുഴിയിലെത്തിക്കുന്നു. പിന്നെ എറണാകുളത്ത് അധികാരത്തിലെത്തി 3-ാം ദിവസം പാവപ്പെട്ട SC/ST വിഭാഗക്കാരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. 10 വർഷം അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ജനകീയനായിരുന്ന പഴയ തോറ്റം MLA വന്ന് അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ജനങ്ങൾ തന്നെ ആ MLA ചീത്ത വിളിച്ച് ഓടിപ്പിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഈ പൂക്കീശം ഈ നാട്ടിൽ വളരെ മോശം. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് കിട്ടിയ ഒരു CM ആയി, വിജയേക്കാൾ ഹൈപ്പ് കിട്ടിയ ഒരു CM ആയി സതീശ് മാറുകയാണ്. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പൂക്കി CM എന്ന പേരിൽ അദ്ദേഹത്തെ കുറിച്ച് വീഡിയോകൾ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം തൂക്കുന്നു. പിന്നെ ഈ മനുഷ്യൻ ചിരിക്കുന്നേ, ഈ വീഡിയോ സതീശൻ ചിരിക്കുക. ഈ ജനങ്ങൾ മിൽമ പാലിന് 4 രൂപ കൂട്ടി കൊടുത്തതിന്റെ പേരിൽ ജനങ്ങൾ നെഞ്ചത്തടിച്ച് കരയുന്ന ഈ നാട്ടിൽ പെട്രോളിനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് തോന്നിയതാ, പെട്രോളിന്റെ ഒക്കെ കൂട്ടിയത്. ഈ ചിഞ്ചു റാണി എന്ന് പറയുന്ന ഒരു മന്ത്രി 5 വർഷക്കാലം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 വർഷക്കാലം ഉണ്ടായിരുന്നു. VD സതീശന്റെ പണി കാണിക്കരുത് കേട്ടോ. എന്തായാലും സീരിയസ് ആയിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ചിരിക്കുന്ന പോലെ സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറയുമ്പോൾ ഫോൺ നോക്കാൻ പാടില്ല. VD സതീശന്റെ പണി കാണിക്കാൻ നിൽക്കരുത്. അപ്പോൾ ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി മിൽമ അടക്കമുള്ള മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീര വികസന വകുപ്പിന്റെ ഒക്കെ മന്ത്രിയായതിനു ശേഷം പല തവണകളിൽ മിൽമ പാലിന്റെ വില കൂട്ടി. മിൽമ പാലിന്റെ വില കൂട്ടുന്നത് സ്വാഭാവികമായും നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ ബാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, 12 രൂപയാണ് 10 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം 10 വർഷക്കാലം കൊണ്ട് മിൽമ പാലിന് വില കൂട്ടി. 10 വർഷം കൊണ്ട് 12 രൂപയെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. VD സതീശൻ അധികാരത്തിലെത്തി 3-ാം നാൾ 4 രൂപ കൂട്ടി. അതിൻ്റെ ഏറ്റവും വലിയ പ്രഹസനം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ വെച്ചത് ഇന്നലെയാണ്. ബഹുമാനിയായ ബിന്ദു കൃഷ്ണയാണ് ക്ഷീരവികസന കൂടി ശിശുക്ഷേമം വനിതാ ക്ഷീരവികസന മൃഗസംരക്ഷണ മന്ത്രി. ഒരു മന്ത്രിയെ വെക്കുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ ഈ പണി കാണിച്ചു. ഇപ്പോൾ പുതിയ മന്ത്രിമാർ ചുമതല എടുക്കുന്നത് വരെ 24 മണിക്കൂർ 36 മണിക്കൂർ സമയത്തോളം എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നു. ഇയാളൊന്ന് എഴുതി തള്ളിക്കളഞ്ഞു. ഈ തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ സകല പ്രവർത്തനങ്ങളും. ഇന്നലത്തെ മഴയത്ത് തകര പോലെ അങ്കും പൊങ്ങും ചങ്കും അറിയാത്ത അന്തംകമ്മികൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സജീവമായി. പിണറായി വിജയന് വലിയ ആഘാതമേറ്റത് VD സതീശന്റെ PR കൂടുതൽ കൊണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെയും പിണറായി വിജയന്റെയും PRന്റെ കുറവ് കൊണ്ടുമാണ്. വളരെ കുറവായിരുന്നു. അത് നികത്താൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ ഇവർ തന്നെ പണ്ടേ കമ്പ്യൂട്ടറിനെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ടീമായിരുന്നു. പുതിയ സപ്പോർട്ടായിരുന്നു. ഇപ്പം ഈ ഇലക്ഷൻ കാലം വരെ MV നികേഷ് കുമാറിനെ സഹിച്ചാൽ മതിയായിരുന്നു. പുള്ളി കുറച്ച് പേപ്പർ എടുത്ത് കൈ വെച്ച് 4 ക്യാമറ 4 സൈഡിൽ നിന്ന് വെച്ച് ഷൂട്ട് ചെയ്ത് എല്ലാം സത്യങ്ങൾ പറയുന്നു. വേറൊരാളൊരു കസേരയൊക്കെ ഇട്ടിരുന്നു, നല്ല ഫ്രെയിമൊക്കെ വെച്ചിട്ട് എന്താണ് സത്യാനന്തര കാലത്തെ അന്വേഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു സ്വരാജ് സഖാവ്. സോഷ്യൽ മീഡിയ കൊണ്ട് ഷാഫി പറമ്പലിനെ പോലെ ഒക്കെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ ജനപ്രീതി പിടിച്ചു പറ്റുമ്പോൾ ചാണ്ടി ഉമ്മൻ കാണിക്കുന്ന ആക്ടിവിറ്റീസ്, VD സതീശൻ, അങ്ങനെ ഒരുപാട് പേർ. അതിലേറ്റവും ഉദാത്തമായ പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് ഒഴിവാക്കിയത്. സോഷ്യൽ മീഡിയ കൊണ്ട് ജനങ്ങളിൽ നിന്ന് വെറുപ്പും അറപ്പും ഒക്കെ വാങ്ങുന്ന നേതാക്കന്മാരായി ഇടതുപക്ഷത്തെ നേതാക്കന്മാർ മാറുകയാണ്. ഈ DYFIയുടെ പൊതിച്ചോറ് വിതരണം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ യുവജന സംഘടന ചെയ്യുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് പൊതിച്ചോറ് വിതരണം. ആ പൊതിച്ചോറ് വിതരണത്തിന്റെ വീഡിയോയിൽ പോലും ചിന്താ ജെറോമിനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ ഹേറ്റ് കമന്റുകളും
ആ വീഡിയോ പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇവരുടെ ചില നിലപാടുകളും സംസാര രീതികളും ഒക്കെ കാണുമ്പോൾ ആളുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ നാറിയ നാവ് കൊണ്ട് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്ന സർക്കാരിനെ തുടക്കം മുതൽ ശ്വാസം മുട്ടിക്കാനാണ് അത്രേ ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം. പക്ഷേ ഈ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ വി ഡി സതീശൻ ടീമിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ ചെല്ലുന്ന കൈകൾ സ്വയം കൊങ്ങയ്ക്ക് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ ദിവസം CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി സെക്രട്ടറി പറയുകയാണ്, എൻ്റെ രീതികളും ശരീരഭാഷയും സംസാരവും ഒക്കെ എൻ്റെ കുടുംബത്തിൽ പോലും വിമർശനം ഉയർന്നു. മകൻ പറഞ്ഞെന്ന് പഴയ ഇൻ്റർവ്യൂകളൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കണം. അങ്ങനൊന്നും ആയിരിക്കത്തില്ല പറഞ്ഞത്. തോറ്റ തിന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ അമ്മാൻ എന്ന് പറഞ്ഞ പോലെ, അമ്മേ തോറ്റ തിന്നമ്പാടി വന്നിരിക്കുന്നു അച്ഛൻ പോയി അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണോ എന്നായിരിക്കും ഒരുപക്ഷെ മകൻ പറഞ്ഞിട്ടുണ്ടാവുക. വീണ ജോർജ് പറഞ്ഞത് എന്താണ്? എനിക്ക് മത്സരിക്കേണ്ട അമ്മേ എന്ന് പറഞ്ഞപ്പോ കാലും കൈയും കെട്ടിയിട്ട് കൊണ്ടുപോയി മത്സരിപ്പിച്ചു. ഞാൻ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. പ്രതിഭ പറയുന്നു കരഞ്ഞിട്ടാണ് ലിജു വോട്ട് വാങ്ങിയത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ കരഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ആൾ പ്രതിഭ ആയിരുന്നു എന്നുള്ളത്. MV ഗോവിന്ദൻ തന്നെ പറയുന്നു ഭാര്യയ്ക്ക് അറിയാമായിരുന്നു തോക്കുമെന്ന്, എന്നിട്ടും പാർട്ടിക്ക് വേണ്ടി പോയി മത്സരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. KK ശൈലജ ടീച്ചർ പറയുന്നു പേരാവൂരിലെ സണ്ണി വക്കീലിനെ തോപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ, അവിടെ എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. അന്നേ ഞാൻ പറഞ്ഞതാ സണ്ണി വക്കീലിനെ കുറിച്ച് എന്തായാലും മത്സരിക്കുന്നത് ശൈലജ ടീച്ചറാണ്. സണ്ണി വക്കീൽ KPCC പ്രസിഡന്റിനെ അയാളുടെ മടയിൽ കയറി തറപറ്റിക്കും. ഈ പ്രഹസനങ്ങളെല്ലാം അവസാനിച്ച വഴിയപ്പോഴാണ് VD സതീശനെതിരെ പറയാനൊന്നുമില്ല. 2 വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചു. 2 മന്ത്രിസഭാ യോഗങ്ങളിലും ജനപ്രിയകരമായ തീരുമാനങ്ങൾ എടുത്തു. തുടക്കത്തിലാണ്, ഇനി അങ്ങോട്ട് പോകെ എന്ത് സംഭവിക്കുന്നുള്ളൂ നമുക്ക് നോക്കിയത്. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ മിൽമ പാൽ വില വർധനവിനെ കുറിച്ചൊരു സാധനം വരുന്നു. പക്ഷേ പറ്റിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ാം പിണറായി സർക്കാർ ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ മിൽമ പാൽ വില വർധനയ്ക്കുള്ള 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമയുടെ ആവശ്യം. സ്വാഭാവികമായും ക്ഷീരകർഷകർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. കാലിത്തീറ്റ അതുമായി അനുബന്ധപ്പെട്ട സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വർധന, ഗ്യാസിൻ്റെ ക്ഷാമമൊക്കെ എല്ലാ മേഖലയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായക്ക് 15 രൂപയാണ് ഇന്ന് എറണാകുളത്തെ റേറ്റ്. അതെ, ഒരു സാധാരണഗതിയിൽ ചെറിയ ശമ്പളം ഒരു 15,000 രൂപ 20,000 രൂപ അല്ലെങ്കിൽ പോട്ടെ എത്ര രൂപ ശമ്പളമുള്ള ആളാണെങ്കിലും എറണാകുളത്ത് അന്യദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിക്ക ദിവസങ്ങളിലെ ആഹാരം ഒരു കടിയും ഒരു വടയോ ഒരു പത്തിരിയോ ഒരു ഗ്ലാസ് ചായയോ ആയിരിക്കും. 20 രൂപ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അതിന് 30 രൂപ കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ മേഖലയിലും വിലക്കയറ്റം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മിൽമ പാലിന് കൂടി വില വർദ്ധിക്കുന്നതോടുകൂടി, ഗ്യാസിന് വില വർദ്ധിച്ചപ്പോഴാണ് ചായക്ക് 15 ആയെങ്കിൽ മിൽമ പാലിന് കൂടി വില വർദ്ധിക്കുന്നതിനോടൊപ്പം മറ്റു സ്വകാര്യ പാൽ ഫാക്ടറികളും വില വർദ്ധിപ്പിക്കുന്ന സംശയമില്ല. അതോടുകൂടി ചായയുടെ വില വീണ്ടും ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് കൃത്യമായി സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുക തന്നെ വേണം. ഇതൊരു വല്ലാത്ത കൂട്ടലാണ്. ഒരു 2 രൂപ വരെയൊക്കെ കൂട്ടിയാൽ ഒരു കവർ പാലിന് 1 രൂപയെ കൂടുള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ വാങ്ങുന്ന 1/2 ലിറ്ററിൻ്റെ പാലാട്ടോ. 1 ലിറ്ററിനാണ് ഈ കൂടിയിരിക്കുന്നത് 4 രൂപ. ഒരു 2 രൂപ ലിറ്ററിന് കൂട്ടിയാൽ ജനത്തിനത് അഡ്ജസ്റ്റ് ആവും. കാലക്രമേണ നിങ്ങൾ കൂട്ടിക്കൊള്ളൂ, ഒരുമിച്ച് ആഘാതം ഏൽപ്പിക്കരുത്. ഈ വിലവർദ്ധനവ് കൊണ്ടുവന്നത് ചിഞ്ചു റാണി എന്ന് പറയുന്ന മന്ത്രി അധികാരത്തിലിരിക്കുമ്പോഴാണ്. ആ മന്ത്രി ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്നു. അതെ, ഒരു 6-7 മാസങ്ങൾക്ക് മുൻപാണ് ഇതിനുള്ള പരിപാടികൾ അവസാന നിമിഷം. മാത്രമല്ല, ഞാൻ ഇന്ന് വേറൊരു വാർത്ത കാണുമായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് എല്ലാവർക്കും പരോൾ കൊടുത്തു. ഞാൻ ചേട്ടാ VD സതീശൻ കൊണ്ട് കയറിയതല്ലേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയല്ലേ ആഭ്യന്തര വകുപ്പ്, ഇയാൾ പരോളും കൊടുത്തു? അല്ല, പോകുന്ന പോക്കിൽ എഴുതി വെച്ചിട്ട് പോയതാ. അതും കൂടി UDF സർക്കാർ കൊടുത്തിയാണെന്ന് അവന്മാർ പറയട്ടെ. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തില്ലേ, എന്നാ പിന്നെ മിൽമ പാലിന്റെ വില വർധനവ് കൂടി ഉപേക്ഷിച്ചുകൂടെ എന്നാണ് മറ്റൊരു കൂട്ടം ആളുകളുടെ ചോദ്യം. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന മന്ത്രിസഭാ യോഗമാണ്. ഇത് ക്ഷീരവികസന മന്ത്രി അധികാരത്തിലെത്തി മിൽമയുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയാതെ കുറെ പൊട്ടക്കാളികൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചൊറിയ 46 വണ്ടിയുമായി VD സതീശൻ പോകുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സഖാക്കന്മാരുടെ പേജ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 46 വണ്ടിയുമായി പോകുന്നത് തെറ്റാണെന്ന് ഇവർ അംഗീകരിക്കുന്നു. 10 വർഷക്കാലം നീയൊക്കെ ഇനി എന്ത് പറഞ്ഞാലും മിനിമം ഒരു 12 വണ്ടിയില്ലാതെ ഈ പിണറായി വിജയൻ യാത്ര ചെയ്തിട്ടില്ല. ഇന്ന് കണ്ണൂർ വന്ദേഭാരതിൽ കയറാൻ പിണറായി വിജയൻ ചെന്നിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ KK രാഗേഷിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇയാൾ പുറത്തിറങ്ങി ആരാണ്ടൊക്കെ കൊല്ലുമെന്നോ തിന്നുമെന്നും പറഞ്ഞിട്ടല്ലേ ഈ പ്രൊട്ടക്ഷനായിട്ട് നടന്നത്. ഒരു 3-4 പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് ട്രെയിൻ കയറാൻ വന്നിരിക്കുന്ന
പിണറായി വിജയനെ ഇന്ന് നമ്മൾ കണ്ടു. ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ഇനി 10 കൊല്ലം ഈ പുള്ളി ആരും ഉപദ്രവിക്കാനായിരുന്നു? കൂടി വന്ന ആരെങ്കിലും വന്നൊരു കരിങ്കൊടി കാണിച്ചിട്ടോ അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസോ 2-3 വണ്ടികളും ഒക്കെ വേണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാ, പോകുമ്പോൾ ലുക്കൊക്കെ വേണം, ആളുകൾ നോക്കണം. അതിന് കറുത്ത കാറ്, ആംബുലൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി സർപ്ലസ് കാറ്റഗറിയാണ്. ജനത്തിന് ഇത് ഇഷ്ടമല്ല എന്നുള്ളത് സഖാക്കന്മാർക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. വി ഡി സതീശൻ്റേതെന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വി ഡി സതീശൻ്റേത് തന്നെയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ പറന്നിറങ്ങിയ കേന്ദ്ര നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള, വയനാട് MP പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ, ഖാർഗെ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരും ഒപ്പം പുതിയ മന്ത്രിമാരും ഒക്കെ കൂടെ ചേർന്നിട്ട് പോയ വാഹന വ്യൂഹത്തിൻ്റെ ഫോട്ടോയാണ് ഇവരെടുത്തിരിക്കുന്നത്. കണ്ട് 20-22 VIP പോയതിനാണ് ഈ 40 വണ്ടി, ഒരാൾക്ക് 2 വണ്ടി വെച്ചിട്ട്. അത് കാണിച്ചിട്ട് വി ഡി സതീശൻ്റെ വാഹന വ്യൂഹമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക സുരക്ഷയുണ്ട്. ഈ BJP സർക്കാർ വന്നിട്ട് ആ സുരക്ഷ കുറച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കും പ്രത്യേക സുരക്ഷയുണ്ട്. അത് ചുമ്മാതങ്ങ് കൊടുത്ത സുരക്ഷയല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെയ് മാസം 21-ാം തീയതിയാണ്. ഇന്ന് കാണുന്ന ഇന്ത്യയെ, ടെക്നിക്കലി പെർഫെക്റ്റായി നിൽക്കുന്ന ഇന്ത്യയെ പടുത്തുയർത്താൻ സഹായകമായ തീരുമാനങ്ങളെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഓർമ്മ ദിവസമാണ്, രക്തസാക്ഷിത്വ ദിനമാണ്. ആ രാജീവ് ഗാന്ധിയുടെ മകനാണെന്നേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അതായത് ഇന്ത്യക്ക് വേണ്ടി ചിന്നിച്ചിതറിയ ദേശീയ നേതാവാണ്. ഇവർക്കൊരു അമ്മൂമ്മയുണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിലേക്കൊക്കെ നെഹ്റുവിന് ശേഷം കൈപിടിച്ച് ചേർത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അവസാനം അവരുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ തോക്കിൻ മുനയിൽ വീരമൃത്യു വരിച്ച, രക്തം ചിന്തിയ ഉരുക്ക് വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ ചെറുമക്കളാണ് രാഹുലും പ്രിയങ്കയും. സ്വാഭാവികമായും ആ ഗാന്ധി കുടുംബത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ 2 പേരുടെ കുടുംബമാണ്. അവർക്ക് അതീവ സുരക്ഷ കൊടുക്കേണ്ടത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം അവരുടെ സുരക്ഷാ വാഹനങ്ങളെല്ലാം കൂടി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് അങ്കും പുങ്കും ചങ്കും മത്തങ്ങ അറിയാത്ത ഈ അന്തം കമ്മിക്കൂട്ടങ്ങൾ ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജിൻഡോ ജോൺ വി ഡി സതീശൻ്റെ ഈ ജാതിവാൽ പ്രയോഗത്തെക്കുറിച്ച് ജിൻഡോ ജോണും 1-2 കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അഭിപ്രായം പറയാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്കൊക്കെ CPM-ലോ BJP-യിലോ പോയി പ്രവർത്തിച്ചാൽ പോലെ. അതുതന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് നേതാവായ ആളുടെ പേരാണ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ അഭിപ്രായങ്ങൾ ഭരണത്തിന് കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. രാജ്ഭവൻ ഉണ്ണിത്താൻ എന്തൊക്കെ പറഞ്ഞു, ആരെയൊക്കെ പറഞ്ഞു, ഷാഫി പറമ്പിലിനെ പറഞ്ഞു, ഇല്ലേ, എല്ലാ നേതാക്കന്മാരെയും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും MP ആയിട്ടും പാർട്ടി അംഗമായിട്ട് തുടരുന്നത്. അത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്, ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ വിഷയം മിൽമ പാൽ വർദ്ധനയാണ്. ബഹുമാനിയായ ബിന്ദു കൃഷ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് അവർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരു മിൽമയുമായി ആലോചിച്ച് ഒരു 2 രൂപ കുറയ്ക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. 2 രൂപ കൂട്ടിക്കോളൂ, 2 രൂപ കുറയ്ക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം. പക്ഷെ ഇതെല്ലാം കൊണ്ടുവന്ന് വി ഡി സതീശൻ സർക്കാരിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്ന അന്തംഗമ്മികളോടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മൾ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഒരു പ്രതിപക്ഷമായി തന്നെ പ്രവർത്തിക്കുന്ന ചാനലാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് എതിരെ, അല്ലെങ്കിൽ അവരുടെ കൊള്ളായ്മകൾക്കെതിരെ, കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന ഇതാണ്. അപ്പം സ്വാഭാവികമായും പുതിയ സർക്കാർ വന്നു. നമുക്ക് സത്യപ്രതിജ്ഞയ്ക്ക് മന്ത്രിമാരടക്കം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ പോയിട്ടൊന്നുമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഒരാളുടെയും പിന്നാലെ പോയിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം നമുക്കിനി കണ്ടന്റിന് ക്ഷാമമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നിന്ന നിപ്പിൽ റിപ്പോർട്ടർ TVയെ പോലെയും മറ്റ് പല ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളെയും പോലെയും പ്ലേറ്റ് മറിച്ച് ഇവർക്കെതിരാവണം, UDF-നെതിരാവണം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റ് കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് യുവന്മാർ കൊണ്ട് തരും. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് വി ഡി സതീശൻ സർക്കാർ ജനങ്ങൾക്കെതിരായാൽ നമ്മളും എതിരാകും എന്നുള്ളതാണ്. നമ്മൾ പ്രതിപക്ഷമായി മാറും എന്നുള്ളതാണ്. ഇത്ര വലിയ തോൽവി ലഭിച്ചിട്ടും ഇവന്മാർ
ഏതോ ഒരു നേതാവ് എവിടെയോ ഇരുന്ന് പറഞ്ഞു VD സതീശൻ സർക്കാരിനെ തുടക്കം മുതലേ പേർ കൂട്ടിക്കിടന്നു. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ ഇവന്മാർ ചെയ്യുന്നത്. ഈ ശ്വാസം മുട്ടിക്കൽ മുഴുവൻ VD സതീശന്റെയും VD സതീശൻ സർക്കാരിന്റെയും ജനപ്രീതി കൂട്ടാൻ കാരണമാണ്. ഈ നാളുകൾ ഇത്രയും കാലം ചെയ്തതും ജനാധിപത്യ വിരുദ്ധമായിരുന്നുവെന്നും ജനക്ഷേമ വിരുദ്ധമായിരുന്നുവെന്നും ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നുവെന്നും അവർ തന്നെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ തന്നെ തുടരണം. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ അനാലിസ്റ്റ് ഇവന്മാര് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തം നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്മാർ പറയുന്നത് അവന്മാർ പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊളിറ്റിക്കൽ അനലിസ്റ്റോ ഒന്നുമല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കട്ടായമായിട്ട് നേടിയിട്ടുണ്ട്. 85 മുതൽ 105 സീറ്റുകൾ വരെ കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടി. കൊല്ലം ജില്ല തൂത്തുവാരുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കൊട്ടാരക്കരയിൽ നേരിയ കണക്കുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായത്. തിരുവനന്തപുരത്ത് 7 സീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ ജയിച്ചു, നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ മന്ത്രിയുമാകും. ചാണ്ടിയുമ്മ മന്ത്രിയാകുമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? OJ ജനീഷിനെ പോലെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി മന്ത്രിമാരായ കുറച്ചു പേരേ ഉള്ളൂ. എങ്കിലും OJ ജനീഷ് ആരായിരുന്നു എന്ന് തുടക്കം മുതൽ കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിനവ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം മുതൽ വ്യക്തിപരമായി VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ചാനലിൽ വന്ന് പറയുമ്പോൾ പിടുങ്ങാണ്ടിക്കുണു എന്ന് പറയും. എന്തോ VD സതീശൻ മോശക്കാരൻ, ഈ പറവൂരിൽ VD സതീശൻ തോറ്റുപോകുമെന്ന് പറഞ്ഞൊരു ചാനല്. എന്നിട്ട് അത് വെട്ടി റീലിട്ട് ആഘോഷിച്ച് അവന്മാർ ഞാൻ നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു പ്രിയപ്പെട്ട VD സതീശൻ അഭിവാദ്യങ്ങൾ. ഇനിയുള്ള കാലം ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ പ്ലേറ്റ് UDF അധികാരത്തിലെത്തില്ല, LDF അധികാരത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ നമ്പർ 1 മാധ്യമം സ്വപ്നമാണ് ഒരു ശരാശരി കോൺഗ്രസ് അണികളുടെ സത്യം എന്തെന്നറിയാമോ അരുൺ സാർ, സ്വപ്നം എന്തെന്നറിയാമോ അരുൺ സാർ? സാർ ഇങ്ങനെ സത്യപ്രതിജ്ഞാവേദിയുടെ മുമ്പിൽ ഇവരിങ്ങനെ ഇരിക്കുന്നു. ഒരു VD സതീശൻ അനുകൂലി, രമേശ് ചെന്നിത്തല അനുകൂലി, KC അനുകൂലി, ഇങ്ങനെ ഇരിക്കുന്നു. ഇവരുടെ ശരാശരി സ്വപ്നം ഞങ്ങളുടെ നേതാവ് VD സതീശൻ വരുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുഖ്യമന്ത്രിയായിട്ട്, KC വേണുഗോപാൽ വരുന്നു മുഖ്യമന്ത്രിയായിട്ട്, രമേശ് ചെന്നിത്തല വരുന്നു മുഖ്യമന്ത്രിയായിട്ട്. അപ്പോഴത്തേക്ക് അമ്മ വന്ന് വിളിച്ചു സ്വപ്നമായിരുന്നു സാർ, സ്വപ്നം. ഇങ്ങനെ പറഞ്ഞ മാധ്യമ പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? സ്വപ്നമല്ലായിരുന്നു സാർ, 102 സീറ്റ് മേടിച്ച് UDF അധികാരത്തിലെത്തി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അന്ന് രാത്രി UDF അധികാരത്തിലെത്തി, UDF ആയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ജനങ്ങളൊക്കെ VD സതീശന്റെ കൂടാന്ന് മനസ്സിലായപ്പോൾ VD സതീശൻ അധികാരത്തിലെത്തിയ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് KC വേണുഗോപാലിന് ഭയങ്കര സപ്പോർട്ട്. നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? VD സതീശനായാലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയായാലും ഇത് യോഗ്യരാണ്, പാർട്ടി തീരുമാനിക്കുന്നവർ ആവട്ടെ. ഇവർക്ക് അപ്പോഴത്തേക്ക് KC വേണുഗോപാലിനാക്കണം, നല്ല കാര്യം. അതിന് VD സതീശനെ താറടിച്ചടിക്കും. അത് കഴിഞ്ഞിട്ടില്ല, വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ യെസ് ജനനായകൻ. അപ്പോഴേ പാട്ട്, കൂത്ത്, വീഡിയോ, ഡാൻസ്. എന്നിട്ട് പിന്നെ ഇവന്മാരുടെയൊക്കെ ബൈറ്റ്, VD സതീശന്റെ ഇഷ്ട ഭക്ഷണം ദോശയും ചമ്മന്തി, എന്തൊക്കെ കണ്ടന്റുകൾ കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ ഈ പാർട്ടിക്ക് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അടികൊണ്ടിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെയൊക്കെ സങ്കടം എന്താണെന്നറിയോ? ഇവരിൽ പലർക്കും ഈ VVIP പാസ് കിട്ടിയില്ല. മുന്നിലിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാസ് കിട്ടി. ഈ 50,000 പേർക്ക് കൊടുത്ത VIP പാസ്സാണ് കിട്ടിയത്. പക്ഷേ റിനിയെ പോലെ, ഞാൻ റിനിയുടെ പേര് പറയുന്നൊരു കാരണമുണ്ട്, ഇവരൊക്കെ ഈ സത്യപ്രതിജ്ഞ വേദിയിൽ വരെ ചെന്ന് രേവന്ത് റെഡ്ഡിയോടൊക്കെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇവരൊക്കെ ആരാണ് പാസ് കൊടുത്തതെന്ന് ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ടല്ല ഞാൻ റിനിയുടെ പേര് പറഞ്ഞു. എന്നാൽ മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. റിനി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കുട്ടിക്കലാശത്തിൽ പോയി ഡാൻസ് ആഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. എന്നിട്ട് പറയാനുള്ള VD സതീശൻ മുഖ്യമന്ത്രി ആവാത്തോണ്ട് ഉറങ്ങിയില്ല. ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുത്ത പല ആളുകളും, രമൺ ശ്രീവാസ്തവ പോലെയുള്ള ആളുകളൊക്കെ ഈ വേദിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവതാരങ്ങൾ കൂട്ടുകൂടും. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് ഉമ്മൻചാണ്ടിക്കൊപ്പം കൂടി അവതാരങ്ങളായിരുന്നു.
വി ഡി സതീശൻ ആ കാര്യത്തിൽ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ അവിടെ എല്ലാവർക്കും കയറിച്ചെല്ലാം മുഖ്യമന്ത്രിയായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യും. കുറേ പിടിച്ചുവെപ്പുകാർ അവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ഈ മന്ത്രിമാരൊക്കെ കൂടി. ഇവൻ ഈ മാതൃഭൂമി പോലും എടുത്ത നിലപാട് എന്താണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മണ്ഡലം പത്തനാപുരമാണ്. പത്തനാപുരം മണ്ഡലത്തിൽ ജ്യോതികുമാർ ചാമക്കാല പരാജയപ്പെടുമെന്ന് മനോരമ പോലും പറഞ്ഞു. ഞാൻ ഈ മനോരമ പോലും എന്ന് പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ തവണ 5 വർഷങ്ങൾക്ക് മുമ്പ് മനോരമയാണ് ജ്യോതികുമാർ ചാമക്കാല ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ പറഞ്ഞത്. അത് തോറ്റു. എല്ലാ മാധ്യമങ്ങളും ഗണേഷ് കുമാർ ജയിക്കാൻ വേണ്ടിയുള്ള പണി അവിടെ എടുത്തു. അതെ, ഒരു മാധ്യമം പോലും അദ്ദേഹത്തിന് ജ്യോതികുമാർ ചാമക്കാല ജയിക്കുമെന്ന് അവിടെ പറഞ്ഞില്ല, ഒരാൾ പോലും പറഞ്ഞില്ല. കുറച്ച് പൂക്കി സ്റ്റോറികൾ. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ടീം ചാമക്കാലയായി മാറി. ചാമക്കാലയുടെ വിജയം, ചാമക്കാല കഷ്ടപ്പെട്ടതാണ്, ചാമക്കാല 5 കൊല്ലം സ്ഥാപനം, എന്തൊക്കെ കേൾക്കണം. ഇതെല്ലാം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയല്ലേ പറയുന്നേ. എന്നോട് ഈ വി ഡി സതീശൻ അങ്ങനെയാണ്, വി ഡി സതീശൻ ഇങ്ങനെയാണ്, വി ഡി സതീശൻ മറ്റേതാണ്, അവൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല, അവനായാലും നാട് നശിക്കും എന്ന് പറഞ്ഞവന്മാർ വി ഡി സതീശന് അനുകൂലമായ പോസ്റ്റ് എടുത്ത് കാണുമ്പോൾ നമുക്ക് ചിരി വരുമോ? സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സ്റ്റാൻഡ് വേണം. അതെ, ഒരു സ്റ്റാൻഡ് വേണം. അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ശരിയോ തെറ്റോ, ജയമോ പരാജയമോ. ഞാൻ പറയുന്നു, കൊട്ടാരക്കരയിൽ ഈ കെ എൻ ബാലഗോപാൽ പരാജയപ്പെടേണ്ട ആളായിരുന്നു. ബാലഗോപാൽ ജയിച്ചു. ഇപ്പോഴും എൻ്റെ നിലപാടതാ. കൊട്ടാരക്കരയിൽ അയാൾ പരാജയപ്പെടേണ്ട ആളായിരുന്നു. അയാൾ വന്നേക്കുക മല എലിയെ പ്രസവിച്ച പോലെ എന്ന് പറഞ്ഞിട്ട് 3000 രൂപ കൂട്ടി കൊടുത്തപ്പോൾ നീ ഒരു പാറ്റയെ പ്രസവിച്ചിട്ടുണ്ട് പറഞ്ഞ എന്തായാലും ധനകാര്യ വകുപ്പ് മന്ത്രി. ഞാൻ ചോദിക്കുന്നത്, ഒരു ആശാവർക്കർമാരുടെ സമരം വരുന്നു, അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം വരുന്നു, അതുപോലെ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് തൊഴിലാളികളുടെ സമരം വരുന്നു, അല്ലെങ്കിൽ ഒരു കശുവണ്ടി തൊഴിലാളികളുടെ സമരം വരുന്നു. നമ്മുടെ നേതൃത്വം ചെയ്യേണ്ടത് ഇവരെ കേൾക്കണ്ടേ? ഇവരോട് ധാർഷ്ട്യം കാണിക്കുകയോ മുഖം തിരിച്ചു പോവുകയാണോ ചെയ്യുന്നത്? എനിക്ക് പ്രിയപ്പെട്ട എത്രയും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് അങ്ങയോട് പറയാനുള്ളത്, അങ്ങ് ഒരു ദിവസം ഒരു 2 മണിക്കൂർ സമയം ഒരു ദിവസം അടുത്ത സമയത്ത് തന്നെ മാറ്റിവെക്കണം. അങ്ങയുടെ സമയക്കുറവൊക്കെ അറിയാം. മാറ്റിവെച്ചിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കുന്ന എല്ലാ ആളുകളെയും അങ്ങ് പോയി സന്ദർശിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അവരുടെ പ്രശ്നം കേൾക്കണം. ചിലരുടെ പ്രശ്നം നടത്തി കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു 10-12 വർഷമായി കിടക്കുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പ്രശ്നം പരിഹരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെ പോയി ഇത് കേൾക്കണം. ഒരുപാട് പേരുടെ ഞാൻ കണ്ടു. വി ഡി സതീശൻ നോർത്ത് ഗേറ്റ് വഴി പോകുമ്പോൾ അവിടെ സമരം കിടക്കുന്ന ഒരാൾ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൈവൊക്കെ കാണിക്കുന്നുണ്ട്. വി ഡി സതീശൻ പ്രതീക്ഷയാണെന്നേ, പുതിയ മുഖ്യമന്ത്രി ഞങ്ങളെ കേൾക്കുമെന്ന പ്രതീക്ഷയാണ്. ഇതൊരു റിക്വസ്റ്റാണ്. പറ്റുമെങ്കിൽ റീൽ കട്ട് ചെയ്തിടണം. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ആരെങ്കിലുമൊക്കെ സമരം കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി നിങ്ങൾ കേൾക്കണം. അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ നിങ്ങളവ പരിഹരിച്ചു കൊടുക്കുക തന്നെ വേണം. അതിലൊരു തെറ്റുമില്ല. നിങ്ങൾ സത്യപ്രതിജ്ഞാവേദിയിൽ ഒരു അമ്മയെ ചേർത്ത് പിടിച്ചല്ലോ, നിങ്ങളും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്നിട്ട് ആ കാണിച്ചതൊക്കെ സത്യസന്ധമായ കാര്യമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വി ഡി സതീശൻ്റെ രീതി അനുസരിച്ച് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഈ നേഷൻ ഫസ്റ്റിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ലോഞ്ചോ കാര്യങ്ങളോ ഒന്നും വേണമെന്ന് വിചാരിച്ചതല്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ പറവൂരിൽ പോകേണ്ടി വരുന്നു. സാറുണ്ടെന്നറിയുന്നു. സാറിൻ്റെ ഓഫീസിൽ വിളിക്കുന്നു, ചെല്ലാൻ പറയുന്നു. അദ്ദേഹം നല്ല തിരക്കിലാണ്. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ 1-2 പരിപാടികൾ കഴിഞ്ഞ് യാത്ര ചെയ്യാനുള്ള പരിപാടിയിലാണ്. എങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം ഇരുന്നു. വെബ്സൈറ്റ് കണ്ടു, നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഒപ്പം ഉണ്ടാകണം, ന്യായത്തിൻ്റെ ഭാഗത്ത്. ഞാൻ തിരിച്ചു പറഞ്ഞു ന്യായത്തിൻ്റെ ഭാഗത്തുണ്ടാകും സാർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഇറങ്ങാൻ നേരുമ്പോൾ അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിനോട് ചോദിച്ചു ഇവർക്ക് ആഹാരം കൊടുത്തു എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ഇല്ല സാർ, ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിച്ചു, ഉച്ചയ്ക്കാണ്. അല്ല. അപ്പോൾ ആ ഓഫീസ് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ചോറ് വെക്കും പറവൂർ ഓഫീസിൽ, ആളെണ്ണ സാറ് പോകുന്നത് കൊണ്ട് ഇല്ല, ഞാൻ നിങ്ങൾക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിക്കുമല്ലോ. ഞങ്ങളിങ്ങനെ ആകെപ്പെട്ടു. സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ കഴിച്ചിട്ടേ പോകാവേ, അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു കഴിച്ചിട്ടേ പോകാവൂ, ഇല്ലെങ്കിൽ സാറിൻ്റെ വഴക്ക് ഞങ്ങൾക്ക് കേൾക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പാഴ്സൽ വന്നു. ഞങ്ങൾക്ക് ആ ഡൈനിങ് ടേബിളിൽ പരിമിതമായ സാഹചര്യങ്ങളാണ്, നല്ല തിരക്കുള്ള ഓഫീസർ, ബിരിയാണിയൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹം ബെഡ്റൂമിൽ പോയതാണ്, ആ ഓഫീസിൽ ബെഡ്റൂമുണ്ട്, റെഡിയായിട്ട് പോകാൻ ഇറങ്ങി വരികയാണ്. അദ്ദേഹം അവിടെ അകത്തുനിന്ന് തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് തോന്നുന്നു. പോകാൻ ഇറങ്ങി വന്നിട്ട് വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കഴിച്ചല്ലേ, കാണാൻ കേട്ടോ നല്ല തിരക്കാ, അതുകൊണ്ടാണ് കഴിച്ചിട്ട് നിങ്ങൾ പതുക്കെ ഇറങ്ങിയാൽ മതി, ഞാൻ ഇറങ്ങുകയാണ് എന്ന് വന്നിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണേ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പോയാലോ? തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായത്, മുഷിഞ്ഞ വസ്ത്രമിട്ട് ഏതെങ്കിലും ഒരു സഖാവോ ഏതെങ്കിലും ഒരാളോ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നാൽ മാറ്റി നിർത്തുമായിരുന്നു. വില കൂടിയ ഡ്രസ്സും സൂട്ടും കോട്ടും ഇട്ട് വരുന്ന ധനാഠ്യന്മാർക്ക് മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാണ്. ഒരു ദിവസം മുമ്പ് ജില്ലാ സമ്മേളനം അവസാനിപ്പിക്കേണ്ടി വന്നവിടെ. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്നത്തെ CM നമ്മുടെ പ്രിയങ്കരനായ VD സതീശനിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതിനേക്കോളം സ്നേഹമുള്ള നേതാക്കന്മാർ വേറെയുണ്ട് കേട്ടോ. രമേശ് ചെന്നിത്തല ആവട്ടെ, ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആ പേര് ഓർത്ത് വെച്ച് വിളിക്കുന്ന രമേശ് ചെന്നിത്തലയും, ഒരു കാര്യവുമായി ചെന്നാൽ ചേർത്ത് പിടിക്കുന്ന KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാരുണ്ട്. നമ്മളിവരുടെ എങ്ങും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തിന്നിറങ്ങാൻ പോയിട്ടൊന്നുമില്ല. ആവശ്യമില്ലാതെ ഒരിടത്തേക്ക് കയറി ചെന്നിട്ടില്ല. നമ്മൾ എന്ത് ഭാഗത്ത് ന്യായമെന്ന് തോന്നുന്ന, നമ്മളെത്രയോ UDF ഇപ്പോൾ ജയിച്ചു വന്ന MLA മാർക്കെതിരെ നമുക്ക് വിദ്വേഷമുണ്ട്. ഇപ്പോൾ റാന്നിയിൽ ജയിച്ച പഴകുളം മധുചേട്ടനുമായിട്ട് നല്ല ബന്ധമാണ്, പേരെടുത്ത് വിളിക്കുന്ന ബന്ധമാണ്. പക്ഷെ നമ്മളവിടെ പോയി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത് LDF സ്ഥാനാർത്ഥിയുടേതാണ് അല്ലേ? അത് മധുചേട്ടൻ്റെ സമയം ഇതും കിട്ടാഞ്ഞിട്ടല്ല. നമ്മൾ പ്രമോദ് നാരായൺ എന്ന് പറയുന്ന റാന്നിയുടെ ex-MLA നമ്മളോട് ഡീൽ ചെയ്തിരുന്ന രീതി, അദ്ദേഹം നമ്മളോട് കാണിച്ച സ്നേഹമാണ്. അപ്പോൾ മധുചേട്ടന് സ്നേഹമില്ല എന്നുള്ളതല്ല, മറ്റേ അദ്ദേഹം റാന്നിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന ഉത്തമ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ആ വീഡിയോ ചെയ്തത്. അതുപോലെ പലയിടങ്ങളിലും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച KN ഉണ്ണികൃഷ്ണൻ വൈപ്പിൻ MLA ആയിരുന്ന ആൾ, അദ്ദേഹം ജയിക്കേണ്ടുന്ന മനുഷ്യനാണ്. ഒരുപക്ഷെ CPM വൈപ്പിനിൽ തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടിയതിനായിരുന്നു. തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം പുതുമുഖമായി ചെന്നു, അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹവും പാർട്ടിയും അവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ ഒരു ദീപക് ജോയി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി, വലിയ ഒരു തരംഗം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്രയോ പേർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയെങ്കിലും ഇടതുപക്ഷം ഈ തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയേക്കാൾ സൗമ്യനായി ഇടപെടാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. കാരണം ഭരണകൂടം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാത്ത ആളുകളാണല്ലോ ഈ പ്രതിപക്ഷത്തെ സമീപിക്കുക, അല്ലേ? അപ്പം ഞാൻ ഒരു ആവശ്യവുമായി ഭരിക്കുന്ന പാർട്ടിയെ സമീപിക്കുന്നു, മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു. അത് നടക്കുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത ഓപ്ഷൻ പ്രതിപക്ഷമാണ്, അവരത് എന്തെങ്കിലും ചെയ്തു തരുമെന്നുള്ളതാണ്. അപ്പം അവിടെയും ചെല്ലുമ്പോൾ ഈ പഴയ ധാർഷ്ട്യം തുടരാനാണ് തീരുമാനമെങ്കിൽ ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസം ഇല്ലാതായി പോകും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം CP ജോണിനെയും പ്രേമചന്ദ്രനെയും പോലെ UDF-നൊപ്പമായി പോകും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സൈബർ സഖാക്കന്മാരോടാണ്, നിങ്ങളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങളെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട CM-ൻ്റെ വില ഇടിച്ചു കാണിക്കുകയും പഴയ സർക്കാരിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. കണ്ടന്റുകൾ ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുക, ഞങ്ങളതിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. താങ്ക് യു.